ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാറ്റ് സ്പീഡ് അങ്ങനെ കൂട്ടാം. അപ്പോൾ ബാറ്റ് സ്പീഡ് കൂട്ടാനായിട്ട് 3 ഡ്രില്ലുകളാണുള്ളത്. 1 ടെറാബാൻഡ് വർക്കൗട്ട്, 2 ബോൾ ഡ്രോപ്പിംഗ് എക്സസൈസ്, 3 മെഡിസിനൽ ബോൾ വർക്കൗട്ട്. ബാറ്റ് സ്പീഡ് കൂടാനായിക്കോട്ടെ, ക്രിക്കറ്റ് കളിക്കാനായിക്കോട്ടെ, മസ്റ്റ് ആയിട്ട് വേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഐ കോർഡിനേഷൻ. നമ്മൾ എപ്പോഴും ഹാൻഡ് ഐ കോർഡിനേഷൻ നമ്മൾ ഈക്വലായി മാത്രമേ നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോസിബിൾ ആവുള്ളൂ. കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, കൈയെത്തുന്നിടത്ത് ബാറ്റ് എത്തണം. ബാറ്റ് സ്പീഡ് കൂടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിടക്കുന്നത് റിഫ്ലക്സ് ആണ്. നമുക്ക് എത്രത്തോളം റിയാക്ഷൻ ടൈം പറയുന്നു അത്രത്തോളം റിഫ്ലക്സ് കൂടും നമുക്ക്. ബാറ്റ് സ്പീഡ് കൂടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന 3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ, 1 സൈഡ് ആം ത്രോവർ ഉപയോഗിച്ചുള്ള മെത്തേഡ്. സൈഡ് ആം ത്രോവർ ഉപയോഗിച്ചിട്ട് ബാറ്റ് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു അഡ്ജസ്റ്റബിൾ സൈഡ് ആം ത്രോവർ ആണ്. ഇതൊരു പ്രാക്ടീസ്ഡ് സൈഡ് ആം ത്രോവർക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 22 യാർഡ് ലെങ്ത്തിൽ നമ്മൾ ബാറ്റ് ചെയ്യുന്നതിന് പകരം ഒരു 20 യാർഡ് ഐ ഗാർഡ് ഒരു ബാറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ക്വിക്കായിട്ടാണ് വരിക. നമ്മൾ നോർമലി ഒരാൾ ബോൾ ചെയ്യുന്ന ഒരു 50% സ്പീഡ് കൂടുതലാണ് സൈഡ് ആം ത്രോവർ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഇതില് നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു ഐ ഗാർഡ് ഒരു പ്രൊട്ടക്ഷൻ ഒരു ഹെൽമെറ്റ് മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു 4 പ്ലസ് എന്നുള്ള ഹെൽമെറ്റ് ആണ്. നമ്മുടെ ഒരേ സമയം മൂക്കിനും കണ്ണിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് ആണ് ഐസൈറ്റ് 4 പ്ലസ്. നമ്മൾ മാച്ചിൽ 22 യാർഡിൽ ബാറ്റ് ചെയ്യണു, പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്റ് സ്പീഡ് കൂടാനായിട്ട്. നമ്മൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയല്ല നെറ്റ് പ്രാക്ടീസ്. ബേസ് ആദ്യം തുടങ്ങണം. ബേസ് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ മാച്ചസിലേക്ക് കടക്കാൻ പറ്റൂ. 22 യാർഡ് എന്നുള്ളത് ഒരു 18 യാർഡിലേക്ക് സ്റ്റംപ് വെക്കുക. 18 അത്രയും ഷോർട്ട് റണ്ണപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ബാറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്റ് സ്പീഡ് കൂടാനായിട്ട് പറ്റും. അതായത് അപ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ റിയാക്ഷൻ ടൈമാണ്. ആ ലോ റിയാക്ഷൻ ടൈമിൽ നമുക്ക് റിഫ്ലക്സ് കൂട്ടാനായിട്ട് സാധിക്കും. ബോൾ നനച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതായത് കോൺക്രീറ്റ് വിക്കറ്റ് ആയിക്കോട്ടെ, നെറ്റ്സിൽ ടഫ് വിക്കറ്റ് ആയിക്കോട്ടെ, ബോൾ കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ ബാറ്റ് ചെയ്യുന്ന പിച്ചില്ലേ ആ ഒരു വിക്കറ്റിലും കുറച്ച് വെള്ളം നനയ്ക്കുക. കോൺക്രീറ്റ് വിക്കറ്റ് ആണെങ്കിൽ, ടർഫിൽ നനയ്ക്കണ്ട, കോൺക്രീറ്റ് വിക്കറ്റ് ആണെങ്കിൽ ആ ഒരു നനച്ച് ആ ഒരു എക്സ്ട്രാ സ്പീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എക്സ്ട്രാ സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഫ്ലക്സ് ഭയങ്കരമായിട്ട് കൂടും. അവിടെയും ഈ സെയിം സംഭവം തന്നെയാണ് ലോ റിയാക്ഷൻ ടൈം വരുന്നത്. ആ ഒരു എത്രത്തോളം നമുക്ക് റിയാക്ഷൻ ടൈം കുറയുന്നോ അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് റിഫ്ലക്സ് കൂട്ടാനായിട്ട് സാധിക്കും. ആ ബോളർ റിലീസിന് ശേഷം നമ്മൾ ആദ്യം ബോൾ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ബാറ്റും ബോളുമായിട്ടുള്ള ഒരു കണക്ഷൻ. നമ്മൾ ബോളിൽ ആദ്യം ബാറ്റിലേക്ക് മീറ്റ് ചെയ്യുക. പവർ ഹിറ്റിങ്ങിന് മുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ ബാറ്റിലേക്ക് ബോൾ മീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡയറക്ഷൻ സെലക്ട് ചെയ്യുക. ഇന്ന ബോൾ ഇന്ന സ്ഥലത്തേക്ക് ഏത് ഡയറക്ഷനിലേക്ക് അടിക്കണം എന്ന് സെലക്ട് ചെയ്യുക. ഇതെല്ലാം ഒരു പോയിന്റ് ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ഈ ഒരു കോർഡിനേഷൻ, ഈ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ, ഈ ഒരു 3 മെത്തേഡ് യൂസ്ഫുൾ ആയി മാത്രമേ അല്ലെങ്കിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പവർ ഹിറ്റിങ്ങോ അല്ലെങ്കിൽ ബാറ്റ് സ്പീഡ് കൂട്ടാൻ സാധിക്കൂ. നമ്മൾ ബാറ്റ് സ്പീഡ് കൂട്ടാനായിക്കോട്ടെ, എന്ത് ചെയ്യാനായിക്കോട്ടെ, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക. അതായത് നിങ്ങൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലോവർ ബോഡി സ്ട്രോങ് ആക്കുക. നമുക്ക് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പവർ ഹിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഷോട്ടും ഈസി ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ 2 കാലും നമ്മൾ ഗ്രൗണ്ട്സിൽ ക്ലിയർ ആയിരിക്കണം, ഉറച്ചിരിക്കണം. അതായത് ഫ്ലെക്സ് അങ്ങനെ ഉറയ്ക്കെന്നുള്ള ഉദ്ദേശം ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നിരുന്നാലും അപ്പർ ബോഡി നമ്മുടെ ലോവർ ബോഡിയുടെ ഒരു സ്ട്രെങ്ത്തിനനുസരിച്ച് വേണം നമ്മൾ അപ്പർ ബോഡി മൂവ് ചെയ്യാനായിട്ട്. ബേസ്മെന്റ് സ്ട്രോങ് ആക്കാന്ന് ഞാൻ പറഞ്ഞു. ഈ ബേസ്മെന്റ് സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾ ജിമ്മിലോ എന്തായിക്കോട്ടെ പേഴ്സണൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. 3 വർക്കൗട്ടുകൾ ഉണ്ട്. അതായത് കോർ സ്ട്രെങ്തനിങ്. കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിക്കറ്റ് ആണെങ്കിൽ ഏത് സ്പോർട്സ് ആക്ടിവിറ്റി ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഗ്ലൂട്ട് സ്ട്രെങ്തനിങ്, അതുപോലെ നമ്മുടെ ലെഗ് കുറച്ച് സ്ട്രോങ് ആക്കുക. ഈ ഒരു 3 വർക്കൗട്ട് ഫോക്കസ് ചെയ്താൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു അത്ലറ്റോ സ്പോർട്സ്മാൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാസ് സ്ട്രെങ്തനിങ് അല്ല, ഒരിക്കലും മാസ് ബോഡി ബിൽഡിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ ഫിറ്റ്നസ്സിൽ മാത്രം ശ്രദ്ധിക്കുക. അതായത് മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഈ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനോ ഏതൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവാൻ സാധിക്കും. ഞാൻ ക്രിക്കറ്റിൽ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഒന്ന് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.